ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ ദർശിച്ചു, ഞങ്ങൾ അവനെ കേട്ട് അനുഭവിച്ച് അറിഞ്ഞു. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. ഞാൻ അല്പം കൂടെ പുറത്തോട്ട് പോകാം. യോഹന്നാൻ പറഞ്ഞ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, അതും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ രുചിച്ചറിഞ്ഞു, ഞങ്ങൾ മണത്തും അറിഞ്ഞു. യേശുവിനെ മണത്തറിയാൻ പറ്റും. മണത്തറിയണം. സഭ എങ്ങനെ പഠിപ്പിക്കുന്നത്? എന്താ അത് മണത്തറിയണമെന്ന് പറഞ്ഞത്? ഒരു പാട്ട് ഞാനങ്ങ് ശ്രദ്ധിച്ചു പോയി. നിൻ മുറിവുകളിൽ നിന്നേറ്റേൻ. അപ്പൊ മണമുണ്ടല്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ മുറിവുകളിൽ നിന്ന് ഏറ്റവും ഓരോൻ മണമാണ് നമ്മെ കർത്താവിന്റെ ക്രൂശിന്റെ അടുത്തേക്ക് ഓടി വരുവാൻ തക്കവണ്ണം സഹായിക്കുന്നത്. അതാ കഷ്ടാനുഭവാഴ്ചയിൽ നാം അനുഭവവേദ്യമാക്കേണ്ടതെന്നാണ് എന്റെ ചിന്ത. അവന്റെ രക്തത്തിന്റെ നറുമണം. പകർന്ന തൈലം പോൽ നിൻ രക്തം, അങ്ങനെ ഞാൻ പാടുന്നേ. പകർന്ന തൈലം പോൽ നിൻ നാമോ എന്നാണ് എഴുത്തുകാരൻ എഴുതിയിരുന്നത്. അത് സദൃശവാക്യമല്ലേ? പുതിയ നിയമത്തിൽ വന്നപ്പോൾ പകർന്ന തൈലം പോൽ നിൻ രക്തം. പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. അപ്പോ ഈ രക്തത്തിന്റെ നറുമണമാണ് അവിടെ പാടിയത്. അപ്പോ തൊട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, മാത്രമല്ല രുചിച്ചറിഞ്ഞു. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. 34-ാം സങ്കീർത്തനം. We taste his blood, we taste his body. Oh, taste and see, that is why the Lord said, എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. അപ്പൊ രുചിച്ച് നമ്മൾ അറിഞ്ഞു അല്ലേ? മാത്രമല്ല മണത്തും അറിഞ്ഞു. ഞാൻ മണത്തറിയാറുണ്ട്. അവന്റെ രക്തത്തിന്റെ നറുമണം, മോറോൻ മണം. അതുകൊണ്ട് അതാവിന്റെ നിറവ്. അവന്റെ ചങ്കിൽ കുത്തി രക്തം വെളിയിൽ വന്നപ്പോൾ ലഭിച്ച മണം, ലഭിച്ച കൃപകൾ, രക്ഷയുടെ കൃപ, വീണ്ടെടുപ്പിന്റെ കൃപ, ക്ഷമയുടെ കൃപ, പാപപരിഹാരത്തിന്റെ കൃപ, ഇതെല്ലാം അവന്റെ നിറവിൽ നിന്ന് നാം പ്രാപിക്കുന്ന കൃപമേ കൃപ. മാത്രമല്ല സ്നേഹത്തിന്റെ നിറവ്, കരുണയുടെ നിറവ്, ക്ഷമിക്കാൻ പറ്റുന്ന നിറവ്, ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്. പഴി, ദുഷി മുതലായ എല്ലാ സംഗതികളിലും എന്നെ സുഗന്ധമായിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലും കലഹം ഉണ്ടാകത്തില്ല. ഈ മോഡേൺ ഏജിൽ നമ്മളതാ പഠിക്കേണ്ടത്. ഈ യേശുവിന്റെ രക്തത്തിന്റെ നറുമണം എന്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ, എന്റെ അനുഭവജ്ഞാനമായി അത് എന്നെ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകത്തില്ല, തമ്മിൽ പിരിഞ്ഞു പോകത്തില്ല. മക്കൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് ഒരു പ്രശ്നവും കാണത്തില്ല. എത്ര വലിയ വിദ്യാസമ്പന്നനായാലും എന്റെ അപ്പനെക്കാട്ടിലും വലിയവനല്ല ഞാനെന്ന് മനസ്സിലാക്കും. എന്റെ അപ്പന്റെ ജ്ഞാനത്തെക്കാട്ട് അധികം ജ്ഞാനം ഒന്നും എനിക്കില്ലെന്ന് മനസ്സിലാക്കും. അതിന് ഈ രക്തത്തിന്റെ മോറോന്മണം അനുഭവിച്ചവന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാസ്തവമായും ഈ കൃപായുഗത്തിലേക്ക് കടന്നു വരുമ്പോ ഇത് കൃപമേൽ കൃപയുടെ യുഗമാണ്. അത് തീരുന്നത് വരെ ഈ കൃപമേൽ കൃപയുണ്ടായിരിക്കും. പക്ഷെ ഒരു ദിവസം ഇതെടുത്ത് കളയും. അങ്ങനെ വേദോസ്തവത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കൃപ എടുത്തു കളയുന്നു. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ. കാരണം 10 കന്യകമാരില്ലായിരുന്നു. അവർ 10 പേരുടെയും വിളക്കുണ്ടായിരുന്നു, 10 പേരുടെ വിളക്കും കത്തുമായിരുന്നു. പക്ഷേ കർത്താവ് വന്നപ്പോഴത്തേക്കും 5 പേരുടെ വിളക്ക് മാത്രമേ കത്തുന്നുള്ളൂ. അവരിടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു, മറ്റവരുടെ എണ്ണയില്ല. എന്താ എണ്ണയില്ലാതെ പോയത്? ഈ 5 പേര് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ, എണ്ണ തീരുവാണെങ്കിൽ നമുക്ക് അവരോട്